പുസ്തകത്തിൻ്റെ കഥ. പ്രിയ DCL കുടുംബാംഗങ്ങളെ, ഇടുക്കി ജില്ലയിലെ പ്രകാശ് സിറ്റി എന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ പ്രഭാത് പബ്ലിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ വായനശാലയിൽ അപ്പൻ ഞങ്ങൾക്ക് അംഗത്യം തരുന്നത് ഞങ്ങൾ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്നു മുതൽ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരായി എന്ന് മാത്രമല്ല, വായിച്ചു കഴിഞ്ഞവരായി എന്ന് വലിയ സ്നേഹവും വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഞങ്ങളിൽ വളർത്തിയിരുന്നു. ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങളെ ലൈബ്രറിയിൽ അംഗങ്ങളാക്കിയത്. ഞങ്ങൾ അതു വായിച്ച് അതിൻ്റെ സംഗ്രഹം വീട്ടിൽ പറയണം എന്ന ധാരണയുമുണ്ടായിരുന്നു. അച്ചാച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അപ്പന് ഏറെ ഇഷ്ടം യാത്രാ വിവരണങ്ങളും ചിന്താപരമുള്ള നോവലുകളുമായിരുന്നു. അച്ചാച്ചൻ അംഗത്തിന് കൂടി ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച 4 പുസ്തകങ്ങൾ എടുക്കാൻ എന്ന ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ബാലസാഹിത്യം, ശാസ്ത്ര നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം നിർബന്ധിച്ചു. എഴുത്തുകാരുടെ പേരും അവർ എഴുതിയ മറ്റു കൃതികളും അച്ചാച്ചൻ ചോദിച്ചിരുന്നു. ബഷീറിൻ്റെ ബാല്യകാലസഖിയും അന്തിനാട് ജോസിൻ്റെ ബാഹുമോനും ലളിതാംബിക അജന്തത്തിൻ്റെ മാണിക്യയുമെല്ലാം വായിച്ചു ഞങ്ങൾ മുങ്ങി. വിതുമ്പിയതു എത്ര ദിനങ്ങൾ വേളൂർ കൃഷ്ണൻകുട്ടി, തോമസ് പല തുടങ്ങിയവരുടെ ഹാസ്യരസങ്ങൾ വായിച്ചു ചിരിച്ചു മറിഞ്ഞ് രസിച്ചതു എല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു. എന്നാൽ മുതിർന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ലൈബ്രറിയിൽ നിന്ന് ഞങ്ങൾക്ക് കഥാപുസ്തകങ്ങൾ എടുത്തു തരുന്ന ഞങ്ങളുടെ പ്രിയ പിതാവ്, ഞങ്ങളുടെ അച്ചാച്ചൻ ഒരു ഒന്നൊന്നര കഥാപുസ്തകമാണ് എന്ന് അപ്പൻ എടുത്തു തന്നത്. കഥാപുസ്തകം വായിക്കുന്നതോടൊപ്പം അപ്പൻ എന്ന കഥാപുസ്തകത്തോടെയും ഞങ്ങൾ വായിക്കണം എന്ന് ബാല്യത്തിൽ അപ്പൻ ഞങ്ങളുടെ ബാലസഹോദരനായിരുന്നു. മാനനിയും മധുനും കുരങ്ങനും മുതലയും പോലുള്ള രസിപ്പിക്കുന്ന കഥയായിരുന്നു. അപ്പൻ കൗമാരത്തിൽ ശരിയായ തീരുമാനങ്ങൾ തെറ്റാതെ എടുക്കാൻ നിർബന്ധിക്കുന്ന ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കളത്തേരുമെല്ലാം കണ്ടുപിടിക്കുന്ന അത്ഭുത ശക്തിയുള്ള ഫഞ്ചവും മാട്രോക്ക് ഡീറ്റകിടാവ് മഹാശും CDS
ഡി പുഷ്പരാജുമൊക്കെയായിരുന്നു. ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ. ഞങ്ങൾക്ക് മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് വെറുതെ പാവകളിലെ കള്ളനോട് ക്ഷമിക്കുന്ന ബിഷപ്പ് ആയി മാറി. പിന്നെ മക്കൾക്കു പഠിക്കാനായി സ്വന്തം അവസ്ഥകളും മുൻകൂട്ടി വിളിക്കുന്നതോടെ നിന്റെ റിക്ഷ വലിക്കാനായി. ഇന്ന് അപ്പനെ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ കഥയല്ലേ. ഞങ്ങളുടെ ജീവിതം തരുമ്പോൾ താൻ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ രക്തവും നിങ്ങൾക്കു മാത്രം എന്ന് മാത്രം പറയുന്ന ദൈവപുത്രനായ ക്രിസ്തുവായി ഞങ്ങളുടെയും കുടുംബത്തിൻ്റെ കുരിശു തരം ചുമന്ന് ഞങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ സ്വന്തം ജീവനർപ്പിച്ച ശേഷനായി 2026 ജനുവരി 17 ഞങ്ങളുടെ അച്ചാച്ചൻ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയായി. ഇന്നുവരെ ഞാൻ എഴുതിയ കൊച്ചേട്ടൻ്റെ കത്ത് എല്ലാം വായിച്ച് അഭിപ്രായം പറഞ്ഞ അച്ചാച്ചൻ എനിക്ക് അക്ഷരത്തില്ലാത്ത പുസ്തകമാണ് അപ്പൻ എന്ന ഗ്രാമത്തിൻ്റെ ജീവിതഗന്ധം. എൻ്റെ ജീവിതത്തിലെ സുഗന്ധമാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ മാതാപിതാക്കളെ വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾക്ക് എന്ന പദവിയുടെ യോഗ്യത. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായിച്ചു തീർന്ന നല്ല പുസ്തകങ്ങളെ ആ ജീവിതങ്ങളുടെ ദൃശ്യാവിഷ്കാരമാക്കട്ടെ. നിങ്ങളുടെ ജീവിതം സ്നേഹത്തോടെ, സ്വന്തം കൊച്ചേട്ടൻ.